നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നിന്ന് പിണറായി കുടുംബം തടിയൂറണമെങ്കിൽ വീണ വിചാരിക്കണം. ഇഡിയുടെ ചോദ്യങ്ങൾക്ക് എക്സാലോജിക് ഉടമ വീണ വിജയൻ കൃത്യം മറുപടി നൽകണം. എന്ത് സേവനം കർത്തയുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്തു എന്ന് പറയണം. അതിന്റെ തെളിവ് സമർപ്പിക്കണം. എന്നാൽ എക്സാലോജിക്കിന്റെ തലപ്പത്ത് വീണ ഇരുന്നുവെന്നേ ഉള്ളൂ. കമ്പനി നടത്തിപ്പ് മറ്റാരുടെയോ കൈകളിലായിരുന്നു. മകളിൽ നിന്ന് അന്വേഷണം മകനിലേക്ക് നീങ്ങുമോ എന്ന ഭയമാണ് പിണറായിയെ ഇപ്പോൾ വേട്ടയാടുന്നത്. കർത്തയുമായി ഉണ്ടാക്കിയ ഡീലിന്റെ പണം ഒഴുകിയത് വിദേശത്തേക്കാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു. ദുബായ്, അബുദാബി കേന്ദ്രീകരിച്ച് വലിയ എന്തോ ഡീൽ നടന്നുവെന്ന് ഇഡി സംശയം പ്രകടിപ്പിക്കുമ്പോൾ പിണറായിയുടെ മകൻ അബുദാബിയിലെ ബാങ്കിലാണ്. ഇതിനു മുൻപ് വേറെ 2 കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവേകിന് സമൻസ് അയച്ചിട്ടുണ്ട്. ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതിനു മുൻപ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും. അങ്ങനെ ഇഡി റഡാറിൽ മുൻപേ ഉള്ള ആളാണ് വിവേക് കിരൺ. ഇപ്പോൾ വിവേകിലേക്ക് സംശയമുന നീളുന്നുവെന്നാണ് സൂചനകൾ. വീണയിൽ നിന്ന് അറിയില്ല, മറന്നുപോയി എന്നുള്ള മറുപടികളാണ് ഇഡിക്ക് കിട്ടുന്നത്. വീണയല്ല എക്സാലോജിക്കിന്റെ തലപ്പത്തിരുന്ന് അഴിമതിക്ക് ഡീൽ ഉണ്ടാക്കിയത്. പിണറായിയുടെ മറ്റേതോ അടുപ്പക്കാരൻ അല്ലെങ്കിൽ ബന്ധു. അങ്ങനെയാണ് കേന്ദ്ര സംഘം സംശയിക്കുന്നത്. മുഹമ്മദ് റിയാസിലേക്ക് വരെ അന്വേഷണം എത്തിയിരുന്നു. അടുത്തത് പിണറായി കുടുംബത്തിലെ ആരിലേക്കാണ്? അത് സാക്ഷാൽ പിണറായി വിജയനിലേക്കോ അതോ മകൻ വിവേകിലേക്കോ? വിദേശ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് UAE സർക്കാരിന്റെ സഹായത്തോടെ ഇഡി അന്വേഷണം നടത്തുന്നുണ്ട്. വിവേക് കിരണിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒന്നുകിൽ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ എംബസി വഴി ബന്ധപ്പെടാനോ നേരിട്ട് അവിടെ എത്തി ചോദ്യം ചെയ്യലിനോ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ. വിവേകിന് മാസപ്പടിയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇഡിക്ക് അറിയേണ്ടത്. വിവേക് കേരളത്തിലേക്ക് അങ്ങനെ വരാറില്ല. പലപ്പോഴും പിണറായി കുടുംബത്തോടെ അബുദാബിയിലേക്ക് പോയി മകനെ കാണാറാണ് പതിവ്. ഈ അടുത്ത കാലത്ത് വിവേക് നാട്ടിലെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിവേക് ദർശനം നടത്തിയത് വലിയ വിവാദമായിരുന്നു. മകനെയും മകളെയും രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാതെ, രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യാതെ പിണറായി അവരെ മാറ്റി നിർത്തി. അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൽ പിണറായിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടെ ലൈഫ് സേഫ് ആക്കുന്നതിന് വേണ്ടി മകനെ നേരത്തെ തന്നെ വിദേശത്തേക്ക് അയച്ചു. മകളെ സംരക്ഷിക്കുന്നതിന് എപ്പോഴും കൂടെ നിർത്തി. പിണറായി മക്കളെ രാഷ്ട്രീയത്തിൽ അടുപ്പിച്ചില്ലെങ്കിലും ചില അഴിമതികളിൽ ആരോപണ വിധേയരായി ഇവർ പലപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ മലയാളികൾക്ക് സുപരിചിതരാണ്. അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കാലയളവിലാണ് മക്കൾ 2 പേരും വിവാദങ്ങളിൽ കൂടുതൽ കുരുങ്ങിയിട്ടുള്ളത്. അതും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളിൽ. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് 2018 മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് വിലാസത്തിൽ ഇഡി വിവേക് കിരണിന് സമൻസ് അയച്ചതായി അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ 2018 സമൻസ് കിട്ടിയപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്, അതായത് ഇങ്ങനെ ഒരു സമൻസ് വിവേകിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത് പക്ഷേ 2025 അതുവരെ അത് പൂഴ്ത്തിവെച്ചു. ലാവ്ലിൻ കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി 2023 ഇഡി സമൻസ് അയച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ വിവേക് കിരൺ ഇഡിക്ക് മുന്നിൽ ഇതുവരെയും ഹാജരായിട്ടില്ല. ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തത് CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന് അന്നത്തെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് രണ്ടും പിണറായിയെ വല്ലാതെ വലച്ച പ്രതിസന്ധികളാണ്. ഇത് മാത്രമല്ല, AI ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിവേകിന്റെ ഭാര്യ വീട്ടുകാരും അഴിമതി ആരോപണത്തിൽ വന്നിരുന്നു. വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ 2.25 കോടിയല്ല, അത് വെറും മാസപ്പടി. എന്നാൽ കരിമണൽ കടത്തിന്റെ വൻ കളികൾ നടന്നിട്ടുണ്ട്. അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് കർത്തയും പിണറായിയും തമ്മിൽ നടന്നു എന്നാണ് ശക്തമായ ആരോപണമുള്ളത്. ഈ കോടികൾ വിദേശത്തേക്ക് മാറ്റി. അതെന്തെങ്കിലും നിക്ഷേപമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെൽ കമ്പനികളിലേക്കായിരിക്കാം, ബാങ്ക് അക്കൗണ്ടിലേക്കുമായിരിക്കാം. ഇങ്ങനെയാണ് ഇഡി സംശയിക്കുന്നത്. ഇഡി ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ വിദേശത്ത് വിവേക് അറിയാതെ ഇടപാട് നടക്കാൻ വഴിയില്ല എന്നും ഇഡി കരുതുന്നു. വിവേകിന് പിന്നാലെ ഇഡി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സമാന്തരമായി അങ്ങനെയും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിന്റെ സമ്പത്ത് ഊറ്റിയെടുത്ത തുക പിണറായി വിജയൻ വിദേശത്തേക്ക് കടത്തിയെന്ന ഇഡി ആരോപണം അത്ര നിസ്സാരമൊന്നുമല്ല. വിവേകും വീണയും പണ്ട് മുതലേ സ്ഥിരം ചർച്ചാ വിഷയമാണ്. 2005 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ വിവേക് കിരൺ ബിസിനസ് മാനേജ്മെന്റിന് പഠിക്കാൻ പോയ സമയത്തും വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ പിണറായി വിജയൻ എപ്പോഴും മകനെയും മകളെയും കുറിച്ച് പറയുമ്പോൾ ഇരുവരും രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത പഞ്ചപാവങ്ങളാണ് എന്നാണ് എപ്പോഴും പറയാറ്. എന്നാൽ അങ്ങനെയാണോ?
വിവേക് പലപ്പോഴും വിവാദങ്ങളിൽ വന്നിട്ടുണ്ട്. കാരണം വിവേകിന് വേണ്ടിയും വീണയ്ക്ക് വേണ്ടിയും പിണറായി വിജയൻ CPMന്റെ ആശയങ്ങൾ പോലും ബലി കഴിക്കുന്നുവെന്ന് പണ്ട് മുതൽ തന്നെ CPMകാർ ആരോപിക്കുന്നതാണ്. 2005 ബർമിംഗ്ഹാം സർവകലാശാലയിൽ മകനെ പഠിപ്പിക്കാൻ ഇത്രയും വലിയ തുക പിണറായിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. CPMവുമായി ബന്ധപ്പെട്ട ഒരു വാരികയിൽ ഇതിനെക്കുറിച്ചുള്ള ലേഖനം വരെ വന്നിരുന്നു. കേരളത്തിൽ സ്വാശ്രയ കോളേജിനെതിരെ CPM കത്തുന്ന സമരം നടത്തുമ്പോൾ പിണറായി മകളെ കോയമ്പത്തൂരിലെ കോളേജിൽ കൊണ്ട് പഠിപ്പിച്ചതും വിവാദമായിരുന്നു. അങ്ങനെ പണ്ട് മുതലേ വിവാദത്തിലാണ് പിണറായി കുടുംബം. മക്കൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എട്ടായി മടക്കി പോക്കറ്റിലിട്ട ഒരു നേതാവാണ് പിണറായി. അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് എക്സാലോജിക് എന്ന കമ്പനി തട്ടിക്കൂട്ടിയത് എന്നുവരെ ED ആരോപിക്കുന്നു. മാസപ്പടിയിൽ നിന്ന് തലയൂരുക അത്ര എളുപ്പമല്ല പിണറായിക്ക്. ഇത്രകാലം പിണറായി വിജയനെ തൊടാതെ കാത്തു സൂക്ഷിച്ചത് മോദിയാണെന്ന പരസ്യ വിമർശനമുണ്ട്. ആരുടെ ഡീലിന്റെ ഭാഗമാണ് പിണറായി കുടുംബം രക്ഷപ്പെട്ടു പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിണറായി പാർട്ടിയെ അടിയറവ് വെച്ചിട്ടാണെങ്കിലും മക്കളെ രക്ഷിക്കും എന്നാണ് ആക്ഷേപം. കണ്ടില്ലേ ലാവ്ലിൻ സുപ്രീം കോടതിയിൽ ഇങ്ങനെ പൊടി പിടിച്ചു കിടക്കുന്നത്. അതുപോലെ മാസപ്പടിയും തേഞ്ഞുമാഞ്ഞു പോകുമെന്ന് മലയാളി പറയുന്നു. കാരണം ഇതിലും വലിയ കേസുകൾ പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഉയർന്നു വന്നു. സ്വർണ്ണക്കടത്ത് മുതൽ എത്രയോ ആരോപണങ്ങൾ. കേന്ദ്ര ഏജൻസികൾ ഇവിടെ തമ്പടിച്ചു കിടന്ന് അന്വേഷണം നടത്തിയിട്ടും പിണറായി ഊരിപ്പോന്നു. പിണറായിയെ പൊക്കും, മകളെ തൂക്കും, മകനെ പൊക്കും എന്നൊക്കെ കേട്ട് മടുത്തു എന്നാണ് മലയാളി പറയുന്നത്. പക്ഷേ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ പിണറായിയും മക്കളും ഒക്കെ തൂങ്ങും. എന്തിനാണ് പിണറായി ഈ അന്വേഷണങ്ങൾ ഭയക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റെയ്ഡിന് കേന്ദ്ര സംഘം വരുമ്പോൾ പാർട്ടിക്കാരെ ഇറക്കി മുന്നിൽ നിർത്തുന്നു. മടിയിലല്ല കനം, വിദേശത്താണ്. പിണറായി ഇപ്പോൾ കിടുകിടാ വിറയ്ക്കുന്നത് ED വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാൽ മകൻ അവതാളത്തിലാകുമല്ലോ എന്നോർത്തിട്ടാണ്. വിവേക് മോൻ കുരുക്കിലേക്ക് വീണാൽ പിണറായി എങ്ങനെ അത് സഹിക്കും? ആർക്കും കൊത്തിപ്പറിക്കാൻ അവസരം കൊടുക്കാതെ മകനെ നാട് കടത്തിയതാണ് പിണറായി. വിവേകിനെതിരെ പാർട്ടിക്കാർ തന്നെ എത്രയോ തവണ രംഗത്ത് വന്നിട്ടുള്ളതാണ്. 2005 പിണറായിയുടെ മകൻ വിവേക് കിരൺ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ സമയത്ത് കേരളത്തിൽ വൻ വിവാദമുണ്ടായി. അന്ന് ഏറ്റവും വലിയ വിവാദം ഉയർത്തിയത് CPMകാർ തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനുള്ള ലക്ഷങ്ങൾ വിവേകിന് എവിടെ നിന്ന് കിട്ടി എന്നത് തന്നെയായിരുന്നു പ്രധാന ചോദ്യം. CPM വിമതരും VS പക്ഷവും ജനശക്തി മാസികയും ഇത് ആയുധമാക്കി. വലിയ ലേഖനങ്ങളൊക്കെ അന്ന് ഉയർന്നു വന്നു. 2001 മുതൽ 2006 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് ഇത് വലിയ വിവാദമായിരുന്നു. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് പിണറായി പക്ഷത്തെ പ്രധാന വക്താവായ അന്നത്തെ സഹകരണ മന്ത്രി G സുധാകരനും എഴുത്തുകാരൻ T പത്മനാഭനും മിടുക്കനായതുകൊണ്ടാണ് വിവേകിന് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള പരിഹാസവും വന്നിരുന്നു. പക്ഷേ ഇത് തെറ്റാണെന്ന് പറയുന്ന രേഖകൾ വൈകാതെ പുറത്തു വന്നു. VSന്റെ പരോക്ഷ പിന്തുണയോടെ തുടങ്ങിയ CPM വിമതരുടെ മാസികയായ ജനശക്തിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. വിവേക് ഡിഗ്രി പാസ്സായത് 3rd ക്ലാസ്സിലാണ്. 2ാം വർഷത്തിൽ അക്കൗണ്ടൻസിക്ക് 100ൽ കിട്ടിയത് 17 മാർക്ക്. ഇംപ്രൂവ്മെന്റ് എഴുതിയപ്പോൾ 6 മാർക്ക് കൂടി 23 ആയി. തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിലാണ് വിവേക് പ്രീ ഡിഗ്രി പഠിച്ചത്. ജയിച്ചത് 2ാം ക്ലാസ്സിൽ. ഇതേ കോളേജിൽ തന്നെയാണ് വിവേക് ഡിഗ്രിക്കും പഠിച്ചത്. പ്രീ ഡിഗ്രിക്ക് 1ാം ഗ്രൂപ്പും ഡിഗ്രിക്ക് BCom ആയിരുന്നു പഠിച്ചത്. ഡിഗ്രി നേടിയ ശേഷം വിവേക് പഠിച്ചത് കളമശ്ശേരി SCM കോളേജിലാണ്. GPC നായരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോളേജ്. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദത്തിന് വിവേക് ഈ കോളേജ് പ്രവേശനം നേടിയത് എന്നായിരുന്നു ജനശക്തി വാർത്തയിൽ വന്നത്. ബിരുദത്തിൽ 2ാം ക്ലാസ്സെങ്കിലും നേടിയവർക്ക് മാത്രമേ ഈ കോളേജിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് ചട്ടം. ഇത് കൂടാതെ പ്രവേശന പരീക്ഷ വഴിയാണ് അവസരം നേടിയെടുക്കേണ്ടതും. എന്നാൽ വിവേക് പിണറായിയുടെ കാര്യത്തിൽ ഈ ചട്ടം പാലിക്കപ്പെട്ടില്ല. BComന് 3rd ക്ലാസ് മാത്രമുള്ള വിവേക് പിണറായിക്കും അഡ്മിഷൻ കിട്ടി. പ്രവേശന പരീക്ഷ നടത്തിയില്ലെന്നും യോഗ്യതയുടെ കാര്യത്തിൽ മാനേജ്മെന്റ് ദയാപുരസരം ഇളവ് അനുവദിക്കുകയായിരുന്നുവെന്നും ജനശക്തി അന്ന് ചൂണ്ടിക്കാട്ടി. SBTയുടെ കലൂർ ബ്രാഞ്ചിൽ നിന്നും 4 ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പയെടുത്താണ് വിവേക് ഈ കോളേജിൽ പഠിച്ചതത്രേ. വായ്പയുടെ ജാമ്യക്കാർ പിണറായി വിജയനും ഭാര്യ കമലാ വിജയനുമായിരുന്നു. 2003 C ഗ്രേഡ് സർട്ടിഫിക്കറ്റോടെയാണ് വിവേക് ഈ കോഴ്സ് പാസ്സായത്. 2004 വിവേക് സ്വന്തം ബിസിനസ് നടത്താൻ സിംഗപ്പൂരിലേക്ക് പോയി. കാര്യമായ നേട്ടമൊന്നും ഇല്ലാത്തതിനാൽ 2 മാസത്തിന് ശേഷം തിരികെ വന്നു. പിന്നീട് ജോലി തേടി അബുദാബിയിൽ പോയി. അവിടെയും ശരിപ്പെടാത്തതിനാൽ 2005 സെപ്റ്റംബറിൽ വീണ്ടും നാട്ടിലെത്തി. പിന്നീടാണ് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ വിവേക് തീരുമാനിച്ചത്. 20 ലക്ഷം രൂപയാണ് ഈ കോഴ്സിനുള്ള ഫീസ്. ഈ തുക വായ്പയെടുക്കാൻ വീണ്ടും കലൂരിലെ SBT ശാഖയെ സമീപിച്ചു.
7 ലക്ഷം രൂപയ്ക്ക് മേലുള്ള തുക വായ്പ നൽകാൻ ബാങ്ക് കൊച്ചി ദേശാഭിമാനിയെയാണ് ഈടായി ആവശ്യപ്പെട്ടത്. ദേശാഭിമാനിയിലുള്ള ചിലരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നടക്കാതെ പോയി. എന്നാൽ പിന്നീട് ഈ തുക സംഘടിപ്പിച്ച് വിവേക് ബർമിംഗ്ഹാം സർവകലാശാലയിലേക്ക് പഠനത്തിന് ചേർന്നു. ഇംഗ്ലണ്ടിലെ താമസം, ഭക്ഷണം, മറ്റ് ചെലവുകൾ എന്നിവ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 1/2 കോടിക്ക് മേലുള്ള തുകയാകും ഈ കോഴ്സ് കഴിയുമ്പോൾ ആകെ ചെലവ്. ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യമാണ് ജനശക്തി ഉയർത്തിയത്. ഇത് പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വലിയ വാർത്തയാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് അന്ന് മുതൽ തന്നെ, മക്കളുടെ ചെറുപ്പകാലം മുതൽ തന്നെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ മടക്കി പോക്കറ്റിലിട്ട ആളാണ്. എന്നിട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ പലപ്പോഴും വിരൽ ചൂണ്ടി നിന്ന് സംസാരിച്ചിട്ടുള്ള ആൾ കൂടിയാണ് പിണറായി. നിങ്ങളുടെ നിലപാടും നടപടിയും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും വിവേക് ഇപ്പോൾ വീണ്ടും ED റഡാറിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന സൂചനകൾ. വീണ വിജയനാകട്ടെ കർത്തയുടെ കമ്പനിക്ക് എന്ത് സേവനം കൊടുത്തു എന്ന് പറയാനും കഴിയുന്നില്ല. മക്കൾ രണ്ടുപേരും അടപടലം EDയുടെ റഡാറിലാണ്. പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കർത്ത കുടുംബവുമായി വീണ വിജയന് നല്ല ബന്ധമുണ്ട്. ശശിധരൻ കർത്തയുടെ മകൾ വീണയുടെ ഉറ്റ സുഹൃത്താണ്. കർത്ത കുടുംബത്തിന് പിന്നാലെ തന്നെയുണ്ട് ED. കഴിഞ്ഞ ദിവസം CMRL ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവുമായ അനിൽ ആനന്ദപണിക്കരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ ED ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. CMRL കമ്പനിയും എക്സാലോജി കമ്പനിയും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചായിരുന്നു പ്രധാനമായും ചോദ്യം ചോദിച്ചത്. നേരത്തെ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയെ 2 തവണയും മകൾ ഷിബിയെയും ED ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഷിബിയുടെ ഭർത്താവാണ് അനിൽ ആനന്ദപണിക്കർ. CMRLന്റെയും എംപവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ ബോർഡ് അംഗമാണ് അനിൽ. കമ്പനി നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കൃത്യമായ അറിവുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. CFO ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അനിലിന്റെ മൊഴി കേസിൽ നിർണായകമാണ്. മുൻപ് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമാക്കുന്നതിനാണ് വീണ്ടും വിളിപ്പിച്ചത്. ഇപ്പോഴും പക്ഷേ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇവരുടെ കമ്പനികൾ പരസ്പരം നടത്തിയ ഇടപാടുകളെക്കുറിച്ച് കമ്പനി ഉടമകൾക്കറിയില്ല, രേഖകളുമില്ല. വീണയെ പോലെ കർത്ത കുടുംബവും അറിയില്ല, മറന്നുപോയി എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. എക്സാലോജിക്കിന് തുക കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന അന്വേഷണം നടക്കുന്നത്. മാസപ്പടിയായി 5 ലക്ഷം രൂപയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് 3 ലക്ഷം രൂപയും നൽകിയതിന് പകരമായി എന്ത് സേവനമാണ് CMRLന് ലഭിച്ചത് എന്നാണ് EDക്ക് അറിയേണ്ടത്. ഇതിന് പകരമായി എന്ത് പ്രത്യുപകാരമാണ് ലഭിച്ചതെന്നും അന്വേഷിക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്തുള്ള ചില ഇടപാടുകളിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചനകൾ. SFIOയുടെ പക്കലുണ്ടായിരുന്ന എല്ലാ രേഖകളും നിലവിൽ EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് മുൻനിർത്തിയാണ് ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നത്. CMRLലെ കൂടുതൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തും. ഇതുവരെയും CMRL MD ആയ ശശിധരൻ കർത്ത നേരിട്ട് ഹാജരായിട്ടില്ല. എന്നാൽ മറ്റ് ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മകൻ ശരൺ തുടങ്ങിയവരെല്ലാം മണിക്കൂറുകളോളം EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുണ്ട്. ഇവരുടെ എല്ലാ മൊഴികൾ തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതായത് മാരത്തൺ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വിളിപ്പിക്കാം, അപ്പോഴൊക്കെ ഹാജരായിരിക്കണം എന്നാണ് ഇവർക്കെല്ലാവർക്കും വീണ വിജയനും ED കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ചോദ്യം ചെയ്യൽ റഡാറിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. വീണയിൽ നിന്ന് പലതും അറിയാനുണ്ട്. വീണ ഇപ്പോഴും പലതും ഒളിപ്പിച്ചു വെക്കുകയാണ്. അതെല്ലാം തൂക്കി പുറത്തിടാനാണ് EDയുടെ നീക്കം. സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഉറപ്പായും ഇത് പിണറായി കുടുംബത്തിലേക്ക് തന്നെ എത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.